ഇന്നത്തെ വ്ളോഗ് നാട്ടിൽ പോയ വ്ളോഗിന്റെ ബാക്കി ഭാഗമാണ്. നമ്മുടെ ചിക്കൂസ് ഡൈൻ വഴി കണ്ടു കിട്ടിയ പഴയ ഒരു സൗഹൃദവും പിന്നെ നടു റോട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ മുട്ടം പണിയും ഒക്കെയാണ് ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും, നമ്മൾ സൈത്തേട്ടൻ്റെ വീടിൽ നിന്ന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. 9 മണിയൊക്കെ കഴിഞ്ഞു ഇവിടെ ഫ്ലാറ്റിൽ എത്താനായിട്ട്. കോഴിക്കോട് മീൻചന്തയിൽ സിൽവർ ലിൻറ്റൻ ഫ്ലാറ്റാണ്. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, മുമ്പ് ഞാൻ വ്ളോഗ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എത്തി. ചിക്കുവിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ബലൂൺ കേട്ടോ, ഇമ്മൂന് വാങ്ങിച്ചതാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ ഹിന്ദിക്കാരിങ്ങനെ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു ബലൂൺ, ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ബലൂൺ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഇരുട്ടത്ത് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ എൻ്റെ കണ്ണാടി കണ്ടു കഴിയുമ്പോൾ ചിക്കു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും ഡോറങ്ങ് അടഞ്ഞു പോയി. അങ്ങനെ ഇവിടെ കയറി സൈത്തേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. അങ്ങനെ 14th ഫ്ലോറിലാണ് ഫ്ലാറ്റ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത് ഇമ്മുവിൻ്റെ ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഭയങ്കര ഇണക്കമുള്ള ലവ് ബേർഡ്സ് ആണ്. കയ്യിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും കളിക്കാനും. ഫുൾ ടൈം ഇമ്മു ഇതിൻ്റെ കൂടെ തന്നെയാണ്. ഒരാൾ നല്ല കൊത്തൽ കുത്തും, മറ്റേ ആൾ അധികം കൊത്തൊന്നുമില്ല. അത് ഭർത്താവാണെന്ന് തോന്നുന്നു കൂടുതൽ കൊത്തുന്നത്. ഭാര്യ പാവം അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഭാര്യനെ നമ്മൾ പോയി തോണ്ടി കൊടുത്താലും ഭർത്താവ് വന്ന് കൊത്തു തരും നമുക്ക്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ ബാൽക്കണിയിലൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അതിൽ നിറച്ചും ഗപ്പിയാണ് ഉള്ളത്. പണ്ട് വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ ഫുള്ള് ഗപ്പി മാത്രമേ ഉള്ളൂ. അത് നല്ല രസമാണ്. അതിൽ വെള്ളത്തിലിങ്ങനെ കാലിട്ട് വെച്ചിരുന്നാൽ എല്ലാ മീനുകളും കൂടെ വന്ന് ഇങ്ങനെ കുത്തി ഈക്കിളിയാവും. ശരിക്കും നല്ല രസമാണ് അങ്ങനെ ഇരിക്കാനായിട്ട്. അങ്ങനെ ഇതാ ചിക്കു ഫുൾ ടൈം വെള്ളത്തിൽ കാലിട്ട് ഇരിക്കുകയാണ്. അവിടെ എങ്ങനെ ഇരിപ്പ് ഉറപ്പിച്ച് നല്ല സുഖത്തിൽ അവിടെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ കുറേ സമയം ഈ ലവ് ബേർഡ്സുമായിട്ട് കളി തന്നെയായിരുന്നു. കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ കൂട്ടിലേക്ക് കയറി പോകട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അവരുടെ സ്ഥിരം കളി കണ്ണുകുത്തി കളിക്കൽ. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിരം കളി ആ ചേച്ചിക്കും അനിയത്തിക്കും ഉള്ള പരിപാടിയാണത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം പുറത്തോട്ട് ഇറങ്ങിയതാണ്. സൈത്തേട്ടൻ്റെ പഴയ ഒരു ക്ലാസ്മേറ്റ് നമ്മുടെ ചിക്കൂസ് ഡൈൻ്റെ യൂട്യൂബ് ചാനലിൽ സൈത്തേട്ടനെ കണ്ടിട്ട് അങ്ങനെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്താണ് വീട്, അപ്പോൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇമ്മൂനെയും കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സിറ്റിയിലൊക്കെ ഒന്ന് പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അതപ്പോൾ ഞങ്ങളിവിടെ എത്തി. സന്ധ്യ എന്നാണ് ക്ലാസ്മേറ്റിൻ്റെ പേര്. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. മുഴുവനും നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും റെസിപ്പീസും ഒക്കെ ആയിരുന്നു കൂടുതലും സംസാരിച്ചത്. എല്ലാ കേക്കുകളും ഒക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കസിൻസും എല്ലാവരും ഇതെല്ലാം നമ്മുടെ ചാനലിൻ്റെ ഫോളോവേഴ്സാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ഇതെല്ലാം കേട്ടപ്പോൾ. അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഈ ചേച്ചി ചെയ്ത പെയിൻറ്റിങ്സാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരികയാണ് എല്ലാം. പിന്നെ ഇതിപ്പോൾ അമ്പലത്തിലേക്ക് കൊടുത്ത ഒരു പെയിൻറ്റിംഗ് ആണ്, ദക്ഷിണാമൂർത്തിയുടെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചതാണ്. അതുപോലെ കുറേ മ്യൂറൽ പെയിൻറ്റിങ്സും എല്ലാം ഉണ്ട്. വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേക സ്റ്റെയറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു പ്രത്യേക വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള സ്റ്റെയറൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് നല്ല ടേസ്റ്റുള്ള അപ്പവും ആലപ്പി ചിക്കൻ കറിയായിരുന്നു. കറി നല്ല ടേസ്റ്റി ആയിരുന്നു. ആലപ്പി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പത്തിനും ബ്രെഡിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതാ ഐസ്ക്രീമും ബ്രൗണിയും ഒക്കെ കൂടെ ഉണ്ടാക്കിയത്, അതും എല്ലാം കൂടെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് ഫോട്ടോ വേണം, ഞങ്ങളുടെ ഫോട്ടോ വേണം, അവരുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് സിറ്റിയിലേക്ക് പോകാനായിട്ട്. ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളൊന്നും സ്ഥലത്തില്ല കേട്ടോ. ഇതിപ്പം മദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും ആണ്. അങ്ങനെ ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ അറിയുമ്പോൾ. നമ്മുടെ ഈ ചിക്കൂസ് ഡൈനിൽ കൂടെ പഴയ ഒരു ക്ലാസ്മേറ്റിനെ സൈത്തേട്ടനെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ലേറ്റായി. വിചാരിച്ചതിലും കൂടുതൽ താമസിച്ചു. അവിടെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നൊന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. നാളെ രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കണം. രാവിലെ എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പം ഹൈലൈറ്റ് മാളിലേക്ക് കയറി. നല്ല തിരക്കാണ് കേട്ടോ. ഇതേപോലെ രാത്രിയായി എന്നൊന്നും ഇല്ല, നല്ല തിരക്കുണ്ട് ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഇമ്മൂന് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. അങ്ങനെ ഇവിടെ നിന്നപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈൻ്റെ സബ്സ്ക്രൈബറെ കണ്ടു കേട്ടോ.
നമ്മുടെ ചാനൽ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് സംസാരിച്ചു, ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംസാരിച്ചത്, അപ്പോൾ അതുകൊണ്ട് മറന്നുപോയില്ല വ്ളോഗിൽ ഉൾപ്പെടുത്താനായിട്ട്. അങ്ങനെ എമ്മൂന് അവിടുന്ന് ഒരു സെറ്റ് ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഹോം സെൻറ്ററിൽ വന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വരുമ്പോൾ ഒന്ന് കയറി നോക്കാറുണ്ട്. ചില സമയത്ത് നല്ല ഓഫറിനൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും, ചിലപ്പം നല്ല റേറ്റും ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ഓടി വന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 1-2 കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ എടുത്ത്, പിന്നെ നാളെ പോകുന്ന സമയത്ത് അമ്മ കൂടെ വരുന്നുണ്ട്. അപ്പം 2 പില്ലോയും കൂടെ വാങ്ങാൻ വിചാരിക്കും. കഴുത്ത് വേദനയും കൈവേദനയൊക്കെ ഉണ്ട്, അപ്പം പില്ലോയും കൂടെ ഉണ്ടെങ്കിൽ വെച്ചിട്ടിരിക്കാനൊരു സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 2 പില്ലോയും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോഴത്തേക്കും ഷട്ടറൊക്കെ താത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, അത്രയും ലേറ്റായി അവർ പൂട്ടാൻ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി അവിടുന്ന് ഇറങ്ങാണ്. നേരെ പോയി ഒരു ഐസ്ക്രീമും കഴിച്ച്, ഞങ്ങളുടെ വയറൊക്കെ ഇപ്പോൾ തന്നെ ഫുള്ളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു. മൂന്നേം കൂട്ടി പോയിട്ട് നാച്ചുറൽസിൽ വന്നതാണ്. ഞാനിതുവരെയ്ക്ക് ഇവിടെ വന്നിട്ടില്ല. അതിവിടെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഐസ്ക്രീമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെ പ്രത്യേകമായിട്ട് സീറ്റിംഗ് ഒന്നുമില്ല. നമുക്കിവിടെ സൈഡിലൊക്കെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചിരിക്കാം. പിന്നെ കൂടുതലും ഇവിടുന്ന് പാഴ്സലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവറൊക്കെ വാങ്ങിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേഗം ഫ്ലാറ്റിലേക്ക് പോവാണ്. നാളെ രാവിലെ പോകേണ്ടതല്ലേ. അങ്ങനെ ഇതാ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങുന്നത്. എഴുന്നേറ്റ് വന്ന് എല്ലാം റെഡി ആയപ്പോഴത്തേക്കും അത്രയായി സമയം. അപ്പം അമ്മേനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഇപ്പം നമ്മുടെ സുരാജേട്ടൻ പറയണത് പോലെ നേരം പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് യാത്ര തുടങ്ങി. അങ്ങനെ ഇതാ പോകുമ്പോൾ സൺറൈസ് കാണാം കേട്ടോ, സൂര്യൻ ഉദിച്ചു വരുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ക്യാമറയിൽ അത്രയ്ക്ക് ആ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ആ ചുവപ്പ് പൊട്ട് കാണുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതാണ്. നല്ല ഭംഗി, നല്ല ചുവപ്പാണ് അതിൽ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്ത് അമ്മയുടെ ഒരു കസിനുണ്ട്, അവിടെ പോയിട്ടാണ് കേട്ടോ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. കാരണം ഒറ്റ ഇരിപ്പ് അമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കഴുത്ത് വേദനയും കൈവേദനയും ഒക്കെ ഉള്ളത്. അപ്പം അധികം അറിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ഒന്ന് ഇറങ്ങി അമ്മയ്ക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് പതുക്കെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ആരെയും കാണാനൊന്നുമില്ല പുറത്ത്, എന്നാലും അമ്മ വിശന്നിട്ട് മുന്നേ പോയി നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങളിവിടെ കയറിയിരുന്ന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വളരെ കുറച്ച് പേര് അവിടെ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സംശയമായിരുന്നു നല്ല ഹോട്ടൽ തന്നെയാണോ എന്നൊക്കെ. പക്ഷേ ഫുഡ് കൊണ്ടുവന്നപ്പം അടിപൊളി നല്ല മസാല ദോശ. എനിക്ക് പിന്നെ എവിടെ കയറിയാലും വെജിറ്റേറിയനുണ്ട്, മസാല ദോശൻ്റെ മേലെ ചാടി വീഴുന്ന ആളാണ് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു മസാല ദോശ കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങാനാകുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ദൂരയാത്രയൊക്കെ പോകുന്നവർക്ക് പറ്റിയ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ തന്നെ ഒരു ഹോട്ടലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്, നല്ല നീറ്റുമാണ്. അപ്പോൾ എറണാകുളം എത്താറായി. അങ്ങോട്ട് പോകുമ്പോഴും എറണാകുളത്ത് ഇറങ്ങി, ഇങ്ങോട്ട് വരുമ്പോഴും എറണാകുളത്ത് ഇറങ്ങി. ഇവിടെ അമ്മയുടെ കസിനും മക്കളും ഒക്കെയാണ്. അപ്പോൾ അവർ ബോംബെയിലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ ഇപ്പം മോൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നൊരു ഫ്ലാറ്റ് എടുത്ത് തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ പറയുന്നത് നിങ്ങൾ നാട്ടിൽ പോകുമ്പം എന്തായാലും ഇവിടെ കയറണം എന്നൊക്കെ. അപ്പോൾ പിന്നെ ഈ ഒരു അവസരത്തിൽ അങ്ങ് ആകാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പം എറണാകുളത്തി മെറൈൻ ഡ്രൈവിലാണ് അവർ ഫ്ലാറ്റ്, സമുദ്രദർശൻ എന്നുള്ളൊരു ഫ്ലാറ്റാണ്. ഇതാണ് അമ്മയുടെ കസിൻ ചേച്ചിയാണ്. അപ്പം ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതാണ് ഈ വല്യമ്മച്ചിയെ. വല്യമ്മച്ചിയുടെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ആരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ് ഇവരെല്ലാവരെയും. ഇവിടെ ജനലിൽ കൂടെ നോക്കിയാൽ കടലാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. വല്യമ്മച്ചിക്ക് നല്ല മറവിയാണ്, ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. എന്നാലും നല്ല രസമാണ് വർത്താനം കേൾക്കാനായിട്ട്. അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞങ്ങളിവിടെ മെറൈൻ ഡ്രൈവ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കസിൻ്റെ മക്കളാണ് കേട്ടോ. രണ്ടുപേരും ഇവിടെ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. മെറൈൻ ഡ്രൈവിൽ ഞാൻ വന്നിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മാത്രം. ഞാൻ ഇവിടെ ഒരു വർഷത്തോളം ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാറുണ്ട്. നല്ല രസമാണ് മെറൈൻ ഡ്രൈവിൽ വന്നിരിക്കാനായിട്ട്. ആ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. എനിക്ക് ശരിക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളെങ്കിലും പക്ഷെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സ്ഥലം. അവിടെ ബോട്ട് പോകുന്നുണ്ട്, അച്ഛൻ ആളെയൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നത്. നല്ല വെയിലാട്ടോ, നല്ല ഉച്ചയാവാറായ സമയം, നല്ല വെയിലുണ്ട്.
അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് നടന്നിട്ട് തിരിച്ചു പോവാണ്. ഒരുപാട് കൊച്ചിക്കാരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട്, നമ്മുടെ ഫോളോവേഴ്സായിട്ട്. ശരിക്കും കഴിഞ്ഞ വ്ളോഗിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊച്ചിക്കാരാണ്, കൊച്ചിക്കാർ ഫാൻസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൈക്ക് അടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കൊച്ചി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൊച്ചി. അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും ഒരു സ്പീഡിൽ ഒരു സ്ലാങ്ങിലല്ലേ സംസാരിക്കുക. അത് മാത്രമല്ല അവിടുത്തെ ആ കടലിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ സാധാരണ കടൽ തീരത്ത് ബീച്ചിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു പോലെയല്ല ഇവിടുത്തെ കടൽ മറൈൻ ഡ്രൈവിൽ പോയിരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള നല്ലൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ. ചിക്കു അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചിക്കു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ച് പോവാണ്, അങ്ങോട്ട് തന്നെ നടന്നു പോവാണ്. തിരിച്ച് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു ഫുഡൊക്കെ എടുത്തു വെച്ചു. ഒത്തിരി വിഭവ സമൃദ്ധമായിട്ടായിരുന്നു ഭക്ഷണം. ചോറും പലതരത്തിലുള്ള കറികളും ചെമ്മീൻ തീയലും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് ഭക്ഷണം കഴിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടന്മാർ. ഇവർക്ക് ഇവിടെ ബിസിനസ്സാണ്. സ്പീഡ് ആൻഡ് സേഫ് കൊറിയേഴ്സ് ഒക്കെ ഇവരുടെ പാർട്ട്ണർഷിപ്പിലുള്ളതാണ്. ഇത് ചേട്ടത്തിമാരും മക്കളുമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. 4 മണിയൊക്കെ ആയി ഇവിടുന്ന് ഇറങ്ങാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൊല്ലത്തെത്തിയപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സൈത്തേട്ടൻ എന്തോ പന്തേട് തോന്നി. ഗിയർ ബോക്സിൽ ഗിയർ വീഴാത്തതുപോലെ തോന്നി. ഏത് ഗിയറിലാണോ പോകുന്നതെന്ന് മനസ്സിലാവാത്തൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ പിന്നെ പതുക്കെ ഒരു ട്രാഫിക് സിഗ്നൽ ഉള്ളിടത്ത് പതുക്കെ സൈഡിലൊക്കെ നിർത്തി. കാരണം ആളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണ്ടെന്നുള്ളതുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ അവിടെ അടുത്ത ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചു. സൺഡേ ആയതുകൊണ്ട് വർക്ക്ഷോപ്പുകളൊന്നും ഇല്ല, എല്ലാം അടച്ചിരിക്കുകയാണ്. പിന്നെ രാത്രിയാവുകയും ചെയ്തല്ലോ. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ സൈത്തേട്ടൻ അത് അന്വേഷിക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ ഒരു സുരേഷ് എന്ന് പറഞ്ഞ ആളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈത്തേട്ടൻ. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിലേക്കൊക്കെ വിളിച്ചു. നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ ശരിക്കും. അപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും വർക്ക്ഷോപ്പിൽ നിന്നുള്ള ആൾ വന്നു. ബോണറ്റൊക്കെ പൊക്കി നോക്കി. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ എന്തോ പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. എന്തോ ഭാഗ്യത്തിനാണ് ഈ ഒരു സ്ഥലത്ത് വന്ന് പെട്ടത് തന്നെ. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വഴിയിലൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ വർക്ക്ഷോപ്പിലേക്ക് എത്തി. ഗിയറൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നത്. അപ്പോൾ ശരിക്കും ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ആളെ വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ വന്നതാണ്. പിന്നെ വർക്ക്ഷോപ്പിൻ്റെ ആൾ കാറ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വണ്ടിക്കകത്ത് കുറച്ച് സമയം ഇരുന്നു. പിന്നെ കുറച്ച് സമയം പുറത്തിറങ്ങി നിന്നു. ആകെപ്പാടെ എന്താ പറയുക, ശരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം പരിചയമില്ലാത്തൊരു സ്ഥലത്തൊക്കെ വന്ന് പെട്ടുപോയാൽ. അങ്ങനെ മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് കോയമ്പത്തൂർ അഗ്രികൾച്ചർ പഠിക്കുന്നതുകൊണ്ട് മിക്കവാറും എല്ലാ ജില്ലയിലും അവൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ച് അവർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അവർ പേടിക്കൊന്നും വേണ്ട, അവരുടെ വീട്ടിലേക്ക് പോയാൽ മതി, അവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് തന്നെ പോകണം. കാരണം സൈത്തേട്ടനെ നാളെ ജോയിൻ ചെയ്യണം. ഓഫീസിൽ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എന്തെങ്കിലും എന്തായാലും ഇന്ന് തന്നെ പോകണം എന്ന് തന്നെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് സക്സസ്ഫുള്ളി റിപ്പയർ ചെയ്തു. തൽക്കാലത്തേക്ക് ചെയ്തു വെച്ചതാണ്. അവിടെ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ഫുഡിൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങ് എത്താവുന്ന വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും നല്ല പണി കിട്ടിയോ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല മനുഷ്യരുടെ ഇടയിൽ തന്നെ കൊണ്ടുപോയി ദൈവം എത്തിച്ചു തന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ രാത്രിയിലൊക്കെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഒന്ന് ശരിയാക്കി തരാൻ വേണ്ടി മനസ്സ് കാണിച്ച ആൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുകൂടാതെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ. അവിടെ ഒരു പരിചയമില്ലാത്ത ഒരാൾ. അപ്പോൾ ഞങ്ങളിവിടെ തിരിച്ച് നിർത്തി. അപ്പം സുരേഷ് എന്ന് പറഞ്ഞ ആളെ ഒന്ന് സൈത്തേട്ടനൊന്നൊക്കെ പോയി കണ്ട് പറയാനായിട്ട് പോവാണ്. കാരണം ജംഗ്ഷനിലാണ് ആ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് പോയി കാണാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് മുമ്പേ നിർത്തി ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൈത്തേട്ടൻ ആളെ കണ്ട് തിരിച്ചു വന്ന് ഞങ്ങൾ പോവാണ്. അപ്പോൾ അതാ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഈ സുരേഷ് എന്ന് പറഞ്ഞ ആൾ ആ ജംഗ്ഷനിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമസ്കാരം.
ശരിക്കും ഞാൻ ഇപ്പോഴാണ് ആളെ കാണുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ സഹായിച്ചതിന്. ഏതോ ആൾക്കാരാണ്, എവിടുന്നോ വന്ന് എവിടേക്കോ പോകുന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ. അവരെന്തോ ചെയ്യട്ടെ എന്നൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്ന ആളാണ് ഈ സുരേഷ് എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹം വർക്ക്ഷോപ്പിൽ വിളിച്ചു. വർക്ക്ഷോപ്പ് നാളെ വന്നതിന് ശേഷം എന്തായി എന്ന് വിളിച്ചു. പിന്നെ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്തും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്തിയിട്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ്. എത്ര നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളവർ. ഇതെന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ വഴി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഉള്ള ഒരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. 24/7 വർക്ക്ഷോപ്പാണിത്. എല്ലാവിധ ഹെൽപ്പും ചെയ്തു തരും. കൊല്ലമാണ് കേട്ടോ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോവാണ്. നല്ല വിശക്കുന്നുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങ് എത്തൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞങ്ങൾ ഇവിടുന്ന് പൊറോട്ടയും ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയാനും പനീർ ബട്ടർ മസാലയും വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ആൾ തിരക്കുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ടേസ്റ്റി ആയിരിക്കും ഫുഡെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണ്. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക്. നല്ലൊരു യാത്രയായിരുന്നു. മുട്ടം പണി കിട്ടി എന്ന് വിചാരിച്ചെങ്കിലും അത് വലിയ തടിക്ക് കേടില്ലാതെ അങ്ങ് മാറിക്കിട്ടി. ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇതുപോലത്തെ ചെറിയ പ്രശ്നങ്ങളും അല്ലാതെ വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൽ അങ്ങ് അകപ്പെട്ട് ആകപ്പാടെ ടെൻഷൻ അടിച്ചൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാതെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അങ്ങനെ മോശമായിട്ടൊന്നും നമുക്ക് സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച്, അതായത് 100% അല്ല, ഒരു 200% ദൈവത്തിലെല്ലാം അർപ്പിച്ചിട്ട് നമ്മൾ അങ്ങ് കൂളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ദൈവം നമ്മളെ പതുക്കെ അങ്ങെടുത്ത് അക്കരെ എത്തിച്ചു തരുന്നതായിട്ട് തോന്നാറുണ്ട്. പലപ്പോഴും എനിക്ക് അനുഭവം ഉള്ളത് തന്നെയാണ്. ഈ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് ഫേവർ അല്ലാതെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ സമയത്ത് നമ്മൾ കൂളായി നമ്മളെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യം നമ്മളെ കൂളാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതേസമയത്ത് ആ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയാൽ പ്രശ്നങ്ങളോട് പ്രശ്നമായിരിക്കും. അതിപ്പോൾ സദ്ഗുരുവിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം പുറകിൽ നിന്ന് ഹോൺ അടിച്ച ആൾക്കാർ ഭയങ്കര ബഹളം, ഫ്രണ്ടിലത്തെ വണ്ടി നീങ്ങുന്നില്ല, അപ്പം നമ്മൾ ആകെപ്പാട് ഇറിറ്റേറ്റഡ് ആവുകയാണ് ചെയ്യുക. അതേസമയത്ത് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ നല്ല പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് താഴെ ട്രാഫിക്കിനെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാഫിക്ക് നമുക്കൊരു വലിയ പ്രശ്നമില്ലാതെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ അധികം എഫക്റ്റ് ചെയ്യാത്തതായിട്ട് നമുക്ക് തോന്നും. അപ്പം അതുപോലെ വേണം നമ്മൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരിടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഞാൻ പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾക്കറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ഇത്രയും നേരം ഈ ഒരു വ്ളോഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.